CPM പാർട്ടി കോൺഗ്രസിന് മുൻപായുള്ള പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ അവസാനിച്ചു. മുതിർന്ന നേതാവ് മണിക് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പ്രസീഡിയമാകും നാളെ പാർട്ടി കോൺഗ്രസ് നടപടികൾ നിയന്ത്രിക്കുക. കേരളത്തിൽ നിന്ന് പുത്തലത്ത് ദിനേശൻ പ്രസീഡിയം അംഗമാണ്. ദീപക് ധർമ്മടവും ആർ ശ്രീജിത്തും ചേരുന്നുണ്ട്. ആദ്യം ദീപക്കിലേക്ക്. ദീപക്, കേന്ദ്ര കമ്മിറ്റി യോഗം ഉൾപ്പെടെ അവസാനിച്ചിരിക്കുന്നു, വിവരങ്ങൾ. സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളും അതുപോലെ വിവിധ കമ്മിറ്റികൾ, ക്രെഡൻഷ്യൽ, പ്രിസൈഡിയം, മിനിറ്റ്സ് തുടങ്ങിയ പ്രമേയം തുടങ്ങിയ കമ്മിറ്റികൾ തീരുമാനിക്കാനും വേണ്ടിയാണ് ആദ്യം പോളിറ്റ് ബ്യൂറോ ചേർന്നത്. മാത്രമല്ല, പോളിറ്റ് ബ്യൂറോയിൽ സംഘടനാ റിപ്പോർട്ട്, പ്രത്യേകിച്ചും പാർട്ടിക്ക് ഇപ്പോൾ ജനറൽ സെക്രട്ടറി ഇല്ലാതെ PB കോർഡിനേറ്റർ ചുമതല വഹിക്കുന്ന സാഹചര്യത്തിൽ സംഘടനാ റിപ്പോർട്ട് ആര് അവതരിപ്പിക്കണം എന്നുള്ള ചർച്ച നടക്കുന്നു. അതിലാണ് B രാഘവലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കാനുള്ള തീരുമാനം PBയിൽ എടുത്തു. ആ കാര്യം കേന്ദ്ര കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. കേന്ദ്ര കമ്മിറ്റിയിൽ മറ്റ് കമ്മിറ്റികൾ, വിവിധ കമ്മിറ്റികളുടെ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിൽ ക്രെഡൻഷ്യൽ കമ്മിറ്റിയിൽ, വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ക്രെഡൻഷ്യൽ കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് CS സുജാതയുണ്ട്. അതുപോലെ തന്നെ മറ്റ് കമ്മിറ്റികളിൽ ഓരോ മറ്റ് ഉള്ളവരെ നമ്മൾ നോക്കുമ്പോൾ ദിനേശൻ പുത്തലത്ത് കേരളത്തിൽ നിന്നും പ്രിസൈഡിയത്തിൽ എത്തിയിരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ആർ ശ്രീജിത്ത് പറയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമ്മേളനം നിയന്ത്രിക്കുന്നത് മാണിക് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പ്രിസൈഡിയമാണ് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പ്രിസൈഡിയത്തിൽ പ്രധാന മുതിർന്ന നേതാക്കളാണ് ഉണ്ടാകുന്നത്. രണ്ട് പ്രധാന കാര്യങ്ങൾ വീതിച്ചു നൽകിയിരിക്കുകയാണ്. അതിലൊന്ന് പ്രിസൈഡിയവും അതുപോലെ തന്നെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കലും. ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് മുതിർന്ന PB അംഗങ്ങളെ വീതിച്ച് നൽകിയിരിക്കുന്നു. ഏതായാലും നാളെ കാലത്തുള്ള മുതലുള്ള സമ്മേളനത്തിൻ്റെ മുഴുവൻ അജണ്ടയും പാർട്ടി PBയും അത് ചേർന്ന CCയും അംഗീകരിച്ചു കഴിഞ്ഞു. ഉന്മേഷ്. ശരി, ആർ ശ്രീജിത്ത് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ പ്രസീഡിയത്തിൻ്റെയും ഒപ്പം മറ്റ് കമ്മിറ്റികളുടെയും ഒക്കെ കാര്യത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇത് പാർട്ടി കോൺഗ്രസ് തുടക്കത്തിൽ അംഗീകരിക്കുകയാണല്ലോ. CPMൻ്റെയും CPIയുടെയും ഒക്കെ ഒരു സംഘടനാ രീതി എന്ന് പറയുന്നത്. ജനറൽ സെക്രട്ടറി ഇല്ല, സാധാരണ ജനറൽ സെക്രട്ടറിമാരാണ് ഉദ്ഘാടനം നിർവഹിക്കുക. കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം നിർവഹിക്കും. നാളത്തെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ശ്രീജിത്ത്? ഉന്മേഷ്, അല്പം മുമ്പ് അവസാനിച്ച CPIഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയാണ് സമ്മേളനത്തിന്റെ അജണ്ടയും ഒപ്പം തന്നെ സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ മറ്റ് കമ്മിറ്റികളുടെ രൂപീകരണം നടത്തിയിരിക്കുന്നത്. നാളെ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചാണ് ഈ കമ്മിറ്റികളുടെ രൂപീകരണത്തിന് അന്തിമ അംഗീകാരം തേടുന്നത്. സമ്മേളനത്തെ നിയന്ത്രിക്കുന്നത് പ്രസീഡിയമാണ്. പ്രസീഡിയത്തെ നയിക്കുന്നത് ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാർ ആയിരിക്കും. കേരളത്തിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ദിനേശൻ പുത്തലത്താണ് ഈ പ്രസീഡിയത്തിൽ ഉള്ള കേരളത്തിന്റെ പ്രതിനിധി. ഇതോടൊപ്പം തന്നെ പ്രമേയ കമ്മിറ്റിയെയും ക്രെഡൻഷ്യൽ കമ്മിറ്റിയെയും മിനിറ്റ്സ് കമ്മിറ്റിയെയും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി രൂപം നൽകിയിട്ടുണ്ട്. പ്രമേയ കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് ഡോക്ടർ TM തോമസ് ഐസക് അംഗമായിട്ടുണ്ട്. ഒപ്പം തന്നെ ക്രെഡൻഷ്യൽ കമ്മിറ്റിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും അംഗമായിട്ടുണ്ട്. ഇതാണ് കമ്മിറ്റികളുടെ രൂപീകരണം. പാർട്ടി കോൺഗ്രസിൽ ഈ സംഘടനാ റിപ്പോർട്ട്, പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് മുതിർന്ന PB അംഗം ആന്ധ്രയിൽ നിന്നുള്ള BV രാഘവലു ആണ്. കരട് രാഷ്ട്രീയ പ്രമേയമാണ് PB കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് അവതരിപ്പിക്കുന്നത്. ഈ രണ്ടിന്റെയും അവതരണം ഏറ്റവും നിർണായകമാണ്. PBയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളാണ് സാധാരണ സെക്രട്ടറിക്കൊപ്പം ഈ രണ്ടിൽ കരട് രാഷ്ട്രീയ പ്രമേയമോ അല്ലെങ്കിൽ സംഘടനാ റിപ്പോർട്ടിലോ ഏതെങ്കിലും ഒന്ന് അവതരിപ്പിക്കുന്നത്. അത് BV രാഘവലുവിനെ ആണ് അന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ PBയിലുള്ള പ്രായപരിധിയിൽ നിന്ന് പെടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ ഒരാളാണ്. അതാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാൻ കാരണം. നാളെ രാവിലെ 9 മണിയോടെ പോയി പ്രതിനിധി സമ്മേളനത്തിന് പതാക ഉയർത്തും. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് മധുരയിൽ.